ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് പിണറായി വിജയൻ എത്തിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാവൽ മുഖ്യമന്ത്രിയായി ആയ പിണറായി വിജയൻ ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പിണറായി വിജയൻ ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ച് ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്തുകയാണ്. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്ന് ചേരുന്നു. അലക്സ് റാം മുഹമ്മദ്, ഇപ്പോൾ പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ദിലീപ് കുമാർ, ജനവിധി അറിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി രാവിലെയാണ് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അവിടെ നിന്ന് രണ്ട് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് ക്ലിഫ് ഹൗസ് ഒഴിഞ്ഞ് ഇന്ന് തന്നെ എ കെ ജി സെന്ററിനടുത്തുള്ള ചിന്താ ഫ്ളാറ്റിലേക്ക് മാറുമെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം നേരെ വന്നത് ക്ലിഫ് ഹൗസിലേക്ക് തന്നെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിനായി കണ്ണൂരിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് കുടുംബമൊക്കെ കണ്ണൂരിലേക്ക് പോയിരുന്നു അദ്ദേഹത്തോടൊപ്പം എന്നാണ് മനസ്സിലാക്കുന്നത്. കാവൽ മുഖ്യമന്ത്രിയായി ഇന്നലെ ഈ ജനവിധി പൂർണ്ണമായി LDF-നെതിരായതിനു പിന്നാലെ ഇന്നലെ രാത്രിയോടുകൂടെ തന്നെ അദ്ദേഹം ഗവർണർക്ക് രാജി സമർപ്പിച്ചിരുന്നു. ആ രാജി അംഗീകരിച്ച ഗവർണർ അദ്ദേഹത്തോട് കാവൽ മുഖ്യമന്ത്രിയെ തുടരാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നാലെ അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് ഇന്നോ നാളെയോ അദ്ദേഹം ക്ലിഫ് ഹൗസ് പൂർണ്ണമായി ഒഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മറ്റ് പൈലറ്റ് വാഹനങ്ങളൊന്നുമില്ലാതെ AKG സെന്ററിൽ ഔദ്യോഗിക വാഹനം പോലും ഒഴിവാക്കി AKG സെന്റർ വാഹനത്തിലാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് ആ വാഹനത്തിലാണ് അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിച്ചത്. ഇന്നോ നാളെയോ അദ്ദേഹം ക്ലിഫ് ഹൗസ് ഒഴിയും എന്നാണ് മനസ്സിലാക്കുന്നത്. ചിന്താ ഫ്ളാറ്റിലേക്കായിരിക്കും അദ്ദേഹം മാറുക. ചിന്താ ഫ്ളാറ്റിലെ 3A 3B 3Bയിൽ ഏതെങ്കിലും ഒരു ഫ്ളാറ്റിലായിരിക്കും അദ്ദേഹം ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. CPM-നെ സംബന്ധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്തുന്ന ചർച്ചകളിലേക്ക് കടക്കുകയാണ് പാർട്ടി. നാളെ CPM-ന്റെ നേതൃയോഗങ്ങളടക്കം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി പിണറായി വിജയൻ അതിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് സ്ഥിരമായി തങ്ങുമോ അതോ കണ്ണൂരിലേക്ക് അദ്ദേഹത്തിന്റെ താവളം മാറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയണം. എന്താണെങ്കിലും ക്ലിഫ് ഹൗസിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇന്നോ നാളെയോ അദ്ദേഹം ഇവിടെ നിന്ന് താമസം മാറ്റും. പിണറായി വിജയൻ ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് ഇന്ന് രാവിലെയാണ് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. കണ്ണൂരിലും തിരുവനന്തപുരം വിമാനത്താവളത്തിലും മാധ്യമപ്രവർത്തകരോട് ഈ തോൽവിയെക്കുറിച്ച് പ്രതികരിക്കാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിരുന്നു. പ്രത്യേക ദൂതൻ വശം ഗവർണർക്ക് രാജിക്കത്ത് നൽകുകയാണ്, അവിടെ എത്തിക്കുകയാണ് ചെയ്തത്. രാജി ഗവർണർ അംഗീകരിക്കുകയും ചെയ്തിരുന്നു. കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ പിണറായി വിജയനോട് അദ്ദേഹം നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മുഖ്യമന്ത്രി അധികാരത്തിലെത്തുന്നതുവരെ കാവൽ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരും. അദ്ദേഹം ക്ലിഫ് ഹൗസിലേക്ക് എത്തിയത് ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചാണ്. AKG സെൻട്രലിൽ നിന്ന് ഏർപ്പാടാക്കി കൊടുത്ത CPIM-ന്റെ വാഹനം, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉപയോഗിക്കുന്ന വാഹനമാണ് പിണറായി വിജയന് വേണ്ടി വിമാനത്താവളത്തിൽ എത്തിച്ചിരുന്നത്. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് R ശ്രീജിത്തും ക്ലിഫ് ഹൗസിന് മുന്നിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.